നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി രാവിലെയിലേക്ക് സ്വാഗതം. നമ്മുടെ വാർത്താ യാത്ര തുടരുകയാണ്. നേരത്തെ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പശ്ചിമേഷ്യ അശാന്തമാണ്. നിലമ്പൂരിലേക്ക് എത്തിയാൽ നിലമ്പൂർ നിശബ്ദമാണ്. വോട്ട് എടുപ്പിനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ്. അതിനിടെ കാലാവസ്ഥയും വളരെ പ്രതികൂലമായി തുടരുന്നു. പെരുമഴ തുടരും എന്നത് തന്നെയാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. നമുക്ക് ഒരുപാട് വാർത്തകൾ പ്രേക്ഷകരെ കാത്തിരിക്കുന്നുണ്ട്. എല്ലാം വിശദമായി നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ അമേരിക്ക നേരിട്ടിറങ്ങുന്നു. കീഴടങ്ങിയില്ലെങ്കിൽ ആക്രമിക്കുമെന്ന് ഇറാന് അന്ത്യശാസനവുമായി പ്രസിഡന്റ് ട്രംപ്. അയത്തുള്ള ഖമനേയി എവിടെയുണ്ടെന്നറിയാം. ഇസ്രായേൽ പോർ വിമാനങ്ങൾക്ക് ആകാശത്ത് ഇന്ധനം നിറയ്ക്കാൻ അമേരിക്കൻ ഏരിയൽ ടാങ്കുകൾ സംഘർഷ മേഖലയിൽ. പശ്ചിമേഷ്യ ലക്ഷ്യമാക്കി US യുദ്ധക്കപ്പലുകളും. പരസ്പരം ആക്രമണം തുടർന്ന് ഇറാനും ഇസ്രായേലും. ഇറാനിൽ 244 മരണം. ഇന്ത്യ കാനഡ ബന്ധം മെച്ചപ്പെടുത്താൻ പ്രധാനമന്ത്രിമാർ തമ്മിൽ ധാരണ. പുതിയ ഹൈ കമ്മീഷണർമാരെ നിയമിക്കും. വ്യാപാര ഊർജ്ജ മേഖലകളിലും സഹകരണത്തിനും തീരുമാനം. മോദിയും കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും കൂടിക്കാഴ്ച നടത്തിയത് G7 ഉച്ചകോടിക്കിടെ. മഴ വീണ്ടും കനത്തേക്കുമെന്ന് മുന്നറിയിപ്പ്. അറബിക്കടലിൽ ഗുജറാത്ത് തീരത്തിനടുത്ത് ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി. ബംഗാളിന് മുകളിലും ന്യൂനമർദ്ദം. വടക്കൻ കേരളത്തിൽ മഴ തുടരും. നിലമ്പൂരിൽ നാളെ വിധിയെഴുത്ത്. ഇന്ന് നിശബ്ദ പ്രചാരണം. അവസാനവട്ട വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിൽ സ്ഥാനാർത്ഥികൾ. വോട്ട് സാമഗ്രികളുടെ വിതരണം രാവിലെ ചുങ്കത്തറ മർത്തോമ സ്കൂളിൽ. ജീവനക്കാർ നൽകിയ പരാതിയിൽ കൃഷ്ണകുമാറും ദിയയും നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. കേസ് പരിഗണിക്കുക തിരുവനന്തപുരം ജില്ലാ കോടതി. പണം തട്ടിയെന്ന് ആരോപണ വിധേയരായ ജീവനക്കാരികൾ ഒളിവിൽ തന്നെ. വിശദമായി നമുക്ക് നോക്കാം ഓരോ വാർത്തകളും. ആദ്യം നമ്മൾ പോകുന്നത് ആ യുദ്ധഭീതിയുടെ വാർത്തയിലേക്ക് തന്നെയാണ്. ഇറാനെ ഇസ്രായേൽ സംഘർഷം 6ാം ദിവസവും തുടരുകയാണ്. ടെൽ അവീവ് ലക്ഷ്യമിട്ട് ഇറാൻ. ടെഹ്റാനിലേക്ക് ആക്രമണം തുടർന്ന് ഇസ്രായേൽ. റഷ്യ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു. ഇരു രാജ്യങ്ങളും വിട്ടുപോകാൻ പൗരന്മാരോട് നിർദ്ദേശിച്ച് യുക്രൈൻ വിദേശകാര്യ മന്ത്രാലയവും. ചൈനയും ദക്ഷിണ കൊറിയയും നേരത്തെ തന്നെ പൗരന്മാരോട് പ്രദേശം വിടാൻ ആവശ്യപ്പെട്ടിരുന്നു. അപർണ കുറുപ്പ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അപർണ, ഗുഡ് മോർണിംഗ്. പ്രത്യാക്രമണങ്ങൾ തുടരുന്നതിനിടയിൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് ഏറ്റവും നിർണായകമായി നോക്കിക്കാണേണ്ടത് ട്രംപിന്റെ ഭീഷണി തന്നെയല്ലേ? ആദ്യം ഒരു ഘട്ടത്തിലൊക്കെയും ട്രംപ് ഈ സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ ഇറങ്ങി പുറപ്പെടുന്നു എന്ന തരത്തിലുള്ള സൂചനകളായിരുന്നു നമുക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പരസ്യമായ ഭീഷണിയുമായി ട്രംപ് രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് സാഹചര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയല്ലേ ചെയ്യുകയുള്ളൂ? എന്താണ് നിലവിലത്തെ സാഹചര്യം? ലോകരാജ്യങ്ങൾ ഈ വിഷയത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു ഈ ഘട്ടത്തിൽ? ആര്യ, 6ാം ദിവസമാണ് ഇസ്രായേൽ ഇറാൻ സംഘർഷം. ഇതിനകത്ത് വ്യക്തമായ നിലപാടെടുക്കുന്നില്ല, അല്ലെങ്കിൽ അമേരിക്ക ഇതിനകത്ത് തങ്ങൾക്ക് പങ്കില്ല എന്ന് പലതവണ ആവർത്തിച്ചു പറയുന്ന രംഗങ്ങളാണ് ഈ കഴിഞ്ഞ 5 ദിവസം കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ അതേസമയത്തും ഇന്നലെ ചില നാടകീയമായിട്ടുള്ള രംഗങ്ങൾക്ക് കൂടി ലോകം സാക്ഷിയായി. അത് G7 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷം ചർച്ചയാകുന്ന ഒരു സമാധാന ഉടമ്പടിയിലേക്ക് കടക്കാൻ സാഹചര്യമുള്ള ആ വേദിയിൽ നിന്ന് ട്രംപ് മടങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അന്ന് കാനഡ പ്രധാനമന്ത്രി തന്നെ പറയുകയുണ്ടായി, ട്രംപ് ഒരുപക്ഷെ വെടിനിർത്തൽ അസാധ്യം എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ട്രംപ് മടങ്ങുന്നത് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല എന്നുള്ളൊരു പ്രതികരണം ഒക്കെ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു. പക്ഷേ വൈകുന്നേരമായപ്പോഴേക്കും കണ്ടത് ട്രംപ് കൃത്യമായ മുന്നറിയിപ്പ് കൊടുക്കുന്നു. അത് ഏത് തരത്തിലാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്? അയത്തോള അൽ ഖമേനി, ഇറാന്റെ സുപ്രീം ലീഡർ, കീഴടങ്ങിയില്ലെങ്കിൽ ഈ യുദ്ധം അവസാനിക്കുകയില്ല എന്ന് നെതന്യാഹു പറഞ്ഞ ഭാഷയിൽ തന്നെ ട്രംപിന്റെ ഭാഗത്ത് നിന്നുള്ള മുന്നറിയിപ്പും വരുന്നു. ഖമേനിക്ക് എതിരെയുള്ള മുന്നറിയിപ്പ് ട്രംപിന്റെ ഭാഗത്ത് വരുന്നു. ഇത് ഒരു വശത്ത് വരുന്ന സമയത്ത് തന്നെ USSന്റെ അമേരിക്കയുടെ പ്രധാനപ്പെട്ട സൈനിക ആസ്തികൾ USS കാൾസൺ, USS മിമിറ്റ്സ് തുടങ്ങിയവ
ഇറാന്റെ സൗത്ത് വെസ്റ്റ് മേഖലയ്ക്ക് ചുറ്റുപാടും വിന്യസിച്ചിരിക്കുന്നതായിട്ടുള്ള വാർത്തകളായിരുന്നു വൈകുന്നേരം രാത്രി സമയങ്ങളിൽ വന്നിരുന്നത്. അതായത് അമേരിക്ക നേരിട്ട് യുദ്ധരംഗത്തേക്ക് കടക്കുകയാണോ എന്നുള്ള ഒരു സൂചന ആ സമയത്ത് നൽകിയിരുന്നു. ഇപ്പോൾ ജെറുസലേമിലെ എംബസി വെള്ളിയാഴ്ച വരെ അടച്ചിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അമേരിക്ക കടന്നിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. അതായത് ഇത് ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് വെള്ളിയാഴ്ച വരെ അടച്ചിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിലവിലെ ഒരു സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്തു മാത്രമല്ല എല്ലാവരോടും പ്രധാനപ്പെട്ട ജീവനക്കാരോടൊക്കെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറാനുള്ള ഒരു നിർദ്ദേശമൊക്കെ US കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു കൃത്യമായിട്ടുള്ള ഒരു യുദ്ധ രംഗത്തേക്ക് അമേരിക്ക കടക്കുന്നു എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം. അതായത് ഇറാനിലെ നദാൻസ ആണവ കേന്ദ്രം തകർത്തു എന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടതാണ്. അപ്പോഴും ഫോർദോയെ സമ്പുഷ്ടീകരിച്ച യുറാനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമായ ഫോർദോ തൊടാൻ ഇസ്രയേലിൻ്റെ ആക്രമണങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. ഈ ഫോർദോ ലക്ഷ്യമാക്കിയിട്ട് അമേരിക്ക മുന്നോട്ട് നീങ്ങുന്നു. ആ തരത്തിലുള്ള ഒരു നീക്കത്തിലേക്കാണ് ട്രംപ് കടക്കുന്നത് എന്നുള്ളൊരു സൂചനകളാണ് ഈ സമയത്ത് വരുന്നത്. ഇതേ സമയത്ത് തന്നെ ഇറാൻ വലിയ അവകാശവാദങ്ങൾ നടത്തുന്നുണ്ട്. ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ്സ് ഹൈപ്പർസോണിക് മിസൈലുകൾ ഇസ്രായേലിനെതിരെ പ്രയോഗിച്ചു എന്നുള്ള അവകാശവാദങ്ങളൊക്കെയാണ് വരുന്നത്. അതായത് മൊസാദ് ആസ്ഥാനം പോലും ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഇറാന്റെ അവകാശവാദം വന്നു. ഇത് ഇസ്രായേൽ പരിപൂർണമായിട്ട് തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഇറാനിലും ഇസ്രായേലും ഒരേപോലെ അലർട്ടുകൾ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇറാന്റെ 224 പേര് കൊല്ലപ്പെട്ടതായിട്ടാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഇതിനിടെ ഇറാൻ മറ്റൊരു വിഷയം കൂടി വരുത്തുന്നത് ഇസ്രായേലിൻ്റെ ഒരു വാദമാണ്. അതായത് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ അമേരിക്കയെ അറിയിച്ചുകൊണ്ടാണ് നടത്തിയത് എന്നുള്ള ഇസ്രായേലിൻ്റെ വാദമുണ്ട്. അത് തന്നെ ഇറാന്റെ ഭാഗത്തുനിന്ന് ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു. ഒപ്പം ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ഷി ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപിനോട് ഇടപെടണം എന്നുള്ള ഒരു അഭ്യർത്ഥനയെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇസ്രായേലിന്റെ ആക്രമണം നിർത്തുന്ന പക്ഷം ഇറാൻ ആണവ ചർച്ചകൾക്ക് വഴങ്ങും എന്നുള്ളൊരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. ആ തരത്തിലുള്ള സൂചനകളും ഇന്നലെ വന്നിരുന്നു. അപ്പോൾ രണ്ട് വിഷയമാണ് നിൽക്കുന്നത്. അതായത് അമേരിക്ക കൃത്യമായി മുന്നറിയിപ്പ് നൽകുന്നു, അയത്തുള്ള ഖമേനി കീഴടങ്ങുക, ഒരു റെജീം ചേഞ്ച് അവിടെ വരിക. അതാണ് ബെഞ്ചമിൻ നെതന്യാഹു ഉദ്ദേശിക്കുന്നത്, അതാണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഒരു ഭരണമാറ്റം വേണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെടുന്നു. അതേ ആവശ്യം തന്നെ ട്രംപ് ഉന്നയിക്കുന്നു. ഒരു ഭരണമാറ്റം ഉണ്ടാക്കുക, ഒരു ആണവ കരാറിലേക്ക് ഇറാനെ നിർബന്ധിതമാക്കുക. ഇതിൽ പ്രഷറൈസ് ചെയ്യുന്ന നീക്കങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും അമേരിക്കയുടെ ഭാഗത്തുനിന്നും നടക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഇതിന് വിഘാതമായിട്ട് നിൽക്കുകയോ ഇറാന് പരിപൂർണമായ പിന്തുണ നൽകുകയോ ചെയ്യുന്ന നിലപാടുകൾ ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. G7 ഉച്ചകോടിയിൽ പോലും രാജ്യങ്ങൾ ഇസ്രായേലിനൊപ്പം നിൽക്കുന്ന നിലപാടാണ് വന്നത്. ഇന്ത്യയടക്കം ഈ രണ്ട് രാജ്യങ്ങളോടും ഒരേപോലെയുള്ള ഒരു ഡിപ്ലോമസി കാത്തുസൂക്ഷിക്കുന്ന രാജ്യങ്ങൾ ഈ വിഷയത്തിനകത്ത് ഏതെങ്കിലും ഒരു സ്റ്റാൻഡ് എടുക്കുന്നുമില്ല. സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് മുൻതൂക്കം കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോഴാണ് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഈ കാൾസണും മിമിൻസും പോലെയുള്ള സൈനിക ആസ്തികളൊക്കെ ഇറാന് ചുറ്റും വിന്യസിക്കുന്നതായിട്ട് വാർത്ത വരുന്നത്. രണ്ട് ചോദ്യമാണ് നിൽക്കുന്നത്. ഇത് ഇറാനെ പ്രഷറൈസ് ചെയ്യാനുള്ള ഒരു തന്ത്രമാണോ? ഇറാനിൽ ഒരു റെജീം ചേഞ്ചിനകത്തേക്ക് വരിക, ഒപ്പം അതോടൊപ്പം തന്നെ ആണവ കരാറിലേക്ക് കടക്കാൻ ഇറാനെ നിർബന്ധിതമാക്കുക. ഈ രണ്ട് വിഷയങ്ങളാണ് നടക്കുന്നതെങ്കിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് കടക്കാതെ കാര്യങ്ങൾ. അതെ, അതാണ് നമുക്ക് ഈ യുദ്ധത്തിലേക്ക് കടക്കുമോ, ഈ ആക്രമണ പ്രത്യാക്രമണങ്ങൾ അത് അവസാനിക്കുമോ എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതും. അവസാനിക്കണം എന്ന് തന്നെയാണ് ലോകത്തുള്ള എല്ലാ സമാധാനം ആഗ്രഹിക്കുന്ന മനുഷ്യരും ആഗ്രഹിക്കുന്നതും. ഈ ആണവ കരാറിലേക്ക് എത്തുക, ഭരണമാറ്റം ഉണ്ടാവുക, ഈ രണ്ട് വിഷയങ്ങൾ ഇപ്പോൾ അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്കയും ഇസ്രായേലും പ്രഷറൈസ് ചെയ്യുന്നത് പോലെ ആ സമ്മർദ്ദത്തിൽ ഇറാൻ വഴങ്ങാനുള്ള സാധ്യത എത്രത്തോളമാണ്? നയതന്ത്രം വഴി സമാധാനം, അങ്ങനെ ഒരു നിലപാടിലേക്കാണ് തങ്ങൾ കടക്കുന്നതെന്നാണ് US പുറത്തു പറയുന്നത്. പക്ഷെ അമേരിക്ക ഏത് തരത്തിലാണ് ഇതിനു മുൻപും ലോകരാഷ്ട്ര ചരിത്രത്തിലൊക്കെ എങ്ങനെയാണ് അമേരിക്ക ഇത്തരം യുദ്ധ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്തത്? ഇറാഖിലടക്കം പാവ സർക്കാരുകളെ മുന്നോട്ട് കൊണ്ടുവയ്ക്കുന്നതിന് ഏതെല്ലാം ടാക്ടിക്സുകൾ അമേരിക്ക മുന്നോട്ട് വെച്ചു, സ്വീകരിച്ചു എന്നൊക്കെ അറിയുന്ന കാര്യമാണ്. ആ തരത്തിലേക്കുള്ള ഒരു നീക്കമാണോ ഉദ്ദേശിക്കുന്നത് അമേരിക്ക? അവിടെയുള്ള ഷാ കുടുംബമടക്കം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു ഭരണമാറ്റമാണ്, ഖമേനി മാറണമെന്നുള്ളൊരു ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു സർക്കാരിനെ കൊണ്ടുവരിക, ആ തരത്തിലേക്ക് ഇറാൻ ആണവ കരാറിലേക്ക് നിർബന്ധിതമാകുക, ഈ തരത്തിലേക്ക് ഞങ്ങൾ ഒരു സമാധാനം ഉറപ്പാക്കാനുള്ള ഒരു ശ്രമം. ഇറാഖിലടക്കം അമേരിക്ക പറഞ്ഞിരുന്ന കാര്യവും ഞങ്ങൾ നടപ്പാക്കുന്നത് സമാധാനം എന്നുള്ളൊരു സാഹചര്യമായിരുന്നു. പാവ സർക്കാരിനെ കൊണ്ടുവന്നുകൊണ്ട്
ചെയ്തുകൊണ്ട് ഈ സമാധാനമാണ് പുനഃസ്ഥാപിക്കുന്നത് എന്ന് അമേരിക്ക സ്ഥാപിക്കുകയും ചെയ്യും. അത് അമേരിക്കയുടെ പൊതുവെയുള്ള ഒരു ടാക്ടിക്സിന്റെ ഭാഗമാണ്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് UAE ഒരു സഹകരണം ഉറപ്പുകൊടുത്തിട്ടുണ്ട്. സഹകരണം എന്ന് പറയുന്നത് അത് പിന്തുണയാണ്, ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധ പിന്തുണയല്ല. G7 രാജ്യങ്ങളാണെങ്കിൽ പരിപൂർണമായിട്ടും ഇസ്രയേലിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇറാൻ ഭീകരവാദമാണ് വളർത്തുന്നത് എന്നുള്ള അഭിപ്രായം G7-ൽ വന്നു. അപ്പോൾ G7 രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ ഇറാനില്ല. റഷ്യയും ചൈന അപലപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ചൈന കൃത്യമായ ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നു. പക്ഷെ അതുപോലും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല. റഷ്യ ഇപ്പോൾ തൽക്കാലം ചിത്രത്തിലില്ല. റഷ്യ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് ഇറാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങും എന്ന് കരുതാൻ വയ്യ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാന് പിന്നെ ആരുണ്ട് കൂടെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. GCC രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ്, അവർ ഇറാനൊപ്പം നിൽക്കുക എന്നുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ ഇറാൻ ആണവ രാജ്യമായി വളരുകയാണെങ്കിൽ അത് വലിയ വിഷയമാകുന്നത് അയൽവാസികളായിട്ടുള്ള സൗദിക്കും ഖത്തറും അടക്കമുള്ള GCC രാജ്യങ്ങൾക്കാണ്. സ്വാഭാവികമായിട്ടും ഇറാൻ ആ തരത്തിലേക്ക് വളരാത്ത രീതിയിൽ ഇറാന് മുകളിൽ ഒരു നിയന്ത്രണം ഉണ്ടാകണം എന്ന് GCC രാജ്യങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് അമേരിക്കയോ ഇസ്രയേലോ രണ്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഇറാന് കിട്ടട്ടെ എന്നുകൂടി വിചാരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് GCC രാജ്യങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ലോക രാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഇറാന് സംഭവിക്കുന്നു. പാകിസ്ഥാൻ ഞങ്ങൾക്കൊപ്പം നിൽക്കും, ഞങ്ങൾ ആണവ യുദ്ധം പ്രഖ്യാപിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാവുകയില്ല എന്ന് പാകിസ്ഥാൻ പറയുന്ന ഒരു സാഹചര്യം കണ്ടു. പാകിസ്ഥാൻ അതിർത്തി പോലും, അതായത് ഇറാനിൽ നിന്ന് കൂട്ടപലായനം നടക്കുമ്പോൾ അങ്ങനെ ഒരു പ്രവേശന കവാടം പോലും തുറക്കാതെ പാകിസ്ഥാൻ അതിർത്തി അടയ്ക്കുന്ന ഒരു സാഹചര്യം കൂടി കണ്ടു. അങ്ങനെ ഏകദേശം സഖ്യ രാജ്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം. അത് ഒരു പ്രഷറൈസേഷനാണ്. അമേരിക്ക കൂടി നേരിട്ട് യുദ്ധരംഗത്ത് ഇറങ്ങുമെന്ന് പ്രഖ്യാപിച്ചാൽ, അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഞങ്ങൾക്ക് ഖമേനിയെ വധിക്കാൻ കഴിയും, അത് വേണ്ട എന്ന് വെച്ചതാണ് എന്ന് ട്രംപ് പറയുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇറാന്റെ മുന്നിലുള്ളത് എന്താണ്? ഇറാൻ യുദ്ധവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമോ? ഇറാന്റെ പ്രധാനപ്പെട്ട കമാൻഡേഴ്സ് പോലും വധിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇറാൻ അത് എത്രത്തോളം നടപ്പാക്കും? അതല്ലെങ്കിൽ ഒരു ഈ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് ഒരു ആണവ കരാറിലേക്ക് ഇറാൻ കടക്കും. ആണവ കരാർ മാത്രമല്ല, ഒരു റെജീം ചേഞ്ചിലേക്ക് ഇറാൻ കടക്കും. ഇങ്ങനെ രണ്ട് സാധ്യതകളാണ് ഇറാന്റെ മുന്നിൽ നിൽക്കുന്നത്. ഇതുവരെയുള്ള സാഹചര്യത്തിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധം പോലുള്ള ഒരു പേടിപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടക്കാതെ പോവുകയാണെങ്കിൽ പിന്നെ ഇറാന്റെ മുന്നിലുള്ള ഏക വഴി എന്ന് പറയുന്നത് അത് കീഴടങ്ങുക എന്നുള്ളതാണ്. കീഴടങ്ങില്ല എന്ന് ആവർത്തിച്ച് വീണ്ടും പറയുകയാണ് അയത്തുള്ള ഖമേനി എന്നുള്ളതാണ് ഇവിടുത്തെ സാഹചര്യം. അതാണ് കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുന്നത്. ഇത് കൂടുതൽ പ്രകോപനം ഉണ്ടാക്കുകയാണ് ഇസ്രയേലിനെയും US-നെയും എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ തന്നെ ടെഹ്റാന്റെയും ടെലവീവിന്റെ ആകാശത്തൊക്കെ മിസൈൽ മഴയാണ്. നിരവധി ആളുകൾ, നൂറുകണക്കിന് ആളുകൾ ഇതിനോടകം കൊല്ലപ്പെട്ടു. വളരെ അശാന്തമായ സാഹചര്യം. അവിടെയുള്ള ഇന്ത്യൻ വംശജരെ സംബന്ധിച്ച്, ഇന്ത്യൻ പൗരന്മാരെ സംബന്ധിച്ച് നമുക്കും വലിയ ആശങ്കയുണ്ട്. രക്ഷാദൗത്യമൊക്കെയും ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇന്ത്യൻ എംബസി ഇസ്രായേലിലെയും ഇറാനിലെയും മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഈ രക്ഷാപ്രവർത്തനങ്ങൾ, ഈ ദൗത്യം അത് ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, മറ്റ് ലോകരാജ്യങ്ങളെല്ലാം ഇത്തരത്തിൽ അവരുടെ പൗരന്മാരോട് സ്വന്തം നിലയ്ക്കോ അല്ലാതെ തന്നെയോ മാറാൻ, ആ സ്ഥലങ്ങൾ വിട്ടുപോകാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ടല്ലോ. ആര്യ, അങ്ങനെയുള്ള നിർദ്ദേശങ്ങളെല്ലാം പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. ഇന്ത്യൻ എംബസി ഏറ്റവും വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഇത്തവണ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇസ്രയേൽ ഭരണകൂടം അടക്കം, അത് ഇറാൻ ഭരണകൂടം അടക്കം നൽകുന്ന പ്രോട്ടോകോൾ പാലിക്കണമെന്നുള്ളതാണ്. അർമേനിയയിലേക്ക് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഒരു സംഘം നേരത്തെ തന്നെ എത്തിയിരുന്നു. 5ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും സാരമായിട്ടുള്ള പരിക്ക് അല്ല. ഇന്ത്യൻ എംബസികളും ഏതെങ്കിലും തരത്തിൽ ആ രാജ്യങ്ങളെ, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനും സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിക്കുന്നതും ഇതുവരെയുള്ള വിഷയങ്ങളൊന്നുമില്ല. ആ തരത്തിലുള്ള ഒരു കലാമിറ്റിയോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു ആശങ്കയോ പൊതുവെ പ്രകടമാക്കുന്ന ഒരു സാഹചര്യമില്ല. അങ്ങനെയുള്ള ഒരു ആശങ്ക ഇന്ത്യക്കും വേണ്ട എന്നാണ് ഇതുവരെ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റ്, ദുബായ്, ഷാർജ വ്യോമപാതയൊക്കെ അടച്ചതായിട്ടുള്ള വാർത്തകളൊക്കെ ഇടയിൽ വന്നിരുന്നു. പക്ഷേ അതൊക്കെ പരിഹരിക്കപ്പെടുന്നു. അതായത് ഏതെങ്കിലും തരത്തിൽ ഇവരെ മാറ്റുന്നതിന് അല്ലെങ്കിൽ ഇവാക്യുവേറ്റ് ചെയ്യിക്കുന്നതിന് ആ തരത്തിലുള്ള വിഷയങ്ങളില്ല എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ വിഷയം എന്ന് പറയുന്നത് ഇറാൻ ജനത, ടെഹ്റാൻ വിട്ടുപോകുന്ന ഇറാൻ ജനതയ്ക്ക് ഏത് തരത്തിലാണ് മറ്റ് രാജ്യങ്ങൾ അഭയം കൊടുക്കുക എന്നുള്ളൊരു വലിയ വിഷയമാണ്. അർമേനിയ, ഈജിപ്ത് പോലുള്ള ഭാഗങ്ങളിലേക്കാണ് ഈ പലരും പൊക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാൻ അതിർത്തി അടച്ച സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ വിഷയം നേരിട്ട് വരുന്നത് ഇറാൻ ജനതയ്ക്കാണ്. 225 അത് ഔദ്യോഗിക കണക്കാണ്. അത്രയും ഇറാനിലെ സാധാരണ ജനങ്ങൾ, 90% സാധാരണക്കാരാണ് ഇറാനിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേലുമുണ്ട്. ഇസ്രായേൽ 30-അടുത്ത് 25 മുതൽ 30 വരെയുള്ള കണക്കുകൾ പുറത്തേക്ക് വരുന്നു. ഇതെല്ലാം ഔദ്യോഗിക കണക്കുകളാണ്. നേരിട്ട് ഒരു പക്ഷേ അതിൽ കൂടുതൽ ഹ്യൂമൻ
ടോൾ കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നേറ്റീവ്സിന്, തദ്ദേശവാസികൾക്ക് ഉണ്ടാകുന്ന മരണനിരക്കാണ് പ്രത്യേകമായി എടുത്തു പറയുന്നത്. മറ്റ് രാജ്യങ്ങളിലെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പുവരുത്തും, അതിൽ വിട്ടുവീഴ്ച ഉണ്ടാവുകയില്ല എന്ന് ഇസ്രായേൽ ഭരണകൂടവും ഇറാൻ ഭരണകൂടവും വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെയുള്ള ഇപ്പോൾ ഇന്ത്യൻ എംബസി ആണെങ്കിൽ ഇറാനടക്കം ഇന്ത്യൻ എംബസി ഒക്കെ കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നു. വിദ്യാർത്ഥികൾക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നു, പ്രോട്ടോകോൾ നൽകുന്നു. ഇവരെ സുരക്ഷിത സ്ഥലങ്ങളിൽ എത്തിക്കാനുള്ള പ്രധാനപ്പെട്ട നടപടികളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ അതിപ്പോൾ അമേരിക്കൻ പൗരന്മാർക്ക് പോലും ഈ തരത്തിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു ആശങ്കയുടെ സാഹചര്യമില്ല എന്നുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് വരുന്നത്. പക്ഷെ വിഷയം ഈ ഇറാനിലെയും ഇസ്രായേലിലെയും ഈ രണ്ട് തൊട്ടടുത്ത് കിടക്കുന്ന ഈ രണ്ട് രാജ്യങ്ങളിലെ സാധാരണക്കാർ, പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ, സൈനിക ഉദ്യോഗസ്ഥർക്ക് നേരെയെല്ലാം ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ജനവാസ മേഖലകളിലും ഷെല്ലാക്രമണം നടക്കുന്നുണ്ട്, മിസൈൽ ആക്രമണം നടക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളമാണ് ഈ ഹ്യൂമൻ ടോൾ പുറത്തേക്ക് വരുന്നത് വലിയ ചോദ്യമാണ്. ഈ രണ്ട് വിവരങ്ങൾ നിയന്ത്രിക്കുന്നത് ഇറാനിൽ പരിപൂർണമായിട്ടും ഇറാൻ സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള മാധ്യമങ്ങളാണ്. അത് തന്നെയാണ് ഇസ്രായേലിൽ നടക്കുന്നത്. അതുകൊണ്ട് അൽ ജസീറ അടക്കമുള്ള ലോക മാധ്യമങ്ങൾ പോലും വിലയിരുത്തുന്നത് കൃത്യമായിട്ടുള്ള ഒരു ഹ്യൂമൻ ടോൾ കണക്ക് ഇതിനകത്ത് പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. ഈ സംഘർഷത്തിന് ശേഷമായിരിക്കും ഒരുപക്ഷെ അതിൻ്റെ കൂടുതൽ വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ എടുത്തു പറയുന്നത് ഇറാനിൽ നടക്കുന്നത് ഒരു ആഭ്യന്തര കലാപത്തിൻ്റെ ഒരു തുടക്കം കൂടിയുണ്ട്. ഈ ഭരണമാറ്റവുമായി ബന്ധപ്പെട്ട് അത്തരം ഒരു റെജീം ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള ഒരു ആഭ്യന്തര കലാപം നേരത്തെ തന്നെ അയത്തുള്ള ഖൊമേനി ഭരണകൂടം മാറണമെന്നുള്ള ആവശ്യം പലതരത്തിലൊക്കെ ഉയർന്നു വന്നതുണ്ട്. ഈ പ്രതിഷേധക്കാർക്ക് കൂടുതൽ ശക്തി പകരുന്ന ഒരു നീക്കം ഇവിടെ നടക്കുന്നു. അതുതന്നെയാണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത്. ഇസ്രായേൽ ആണവ പരിപാടി എതിർക്കുന്നതിനൊപ്പം തന്നെ ആ തരത്തിലുള്ള ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അതിന് മൊസാദിൻ്റെ വലിയ വല ഇറാന് ചുറ്റും, ഇറാനെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം പിടിമുറുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം മൊസാദിൻ്റെ വല ഈ വിഷയത്തിനകത്തും കൃത്യമായി ഒത്താശ ചെയ്തു കൊടുക്കുന്നു പ്രതിഷേധകാരികൾക്ക് എന്നുള്ളതുണ്ട്. ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് ഇറാൻ നീങ്ങുകയാണെങ്കിൽ മറ്റൊരു തരത്തിലായിരിക്കും ഹ്യൂമൻ ടോൾ വരിക. ആ ഒരു ഘട്ടത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് കൂടി കടക്കുകയാണെങ്കിൽ ഇറാൻ കുമ്പിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഒരു പക്ഷേ വരും മണിക്കൂറുകളിലാണ് അതറിയാൻ കഴിയുക. പക്ഷേ ആ സമയത്തും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇറാൻ അവകാശപ്പെടുന്നത് ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രധാനപ്പെട്ട മിസൈലുകളെല്ലാം തകർക്കാൻ കഴിഞ്ഞു എന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. അപ്പോഴും ആയത്തുള്ള അലി ഖൊമേനിയുടെ സ്ഥിതി എന്താണ് എന്നുള്ള കാര്യം കൂടിയുണ്ട്. ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ്സിന്റെ കമാൻഡർ ഇൻ ചീഫ്, മിസൈൽ പ്രോഗ്രാമിന്റെ മേധാവി, രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മേധാവി, ദേശീയ പ്രതിരോധ കോർഡിനേറ്റർ, ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട IRGCയുടെ നേതൃത്വ നിര തന്നെ പൂർണ്ണമായും തുടച്ചു നീക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അങ്ങനെ ഇറാൻ ഏത് തരത്തിലാണ് ദുർബലമാകുന്നത് എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഇറാന്റെ പ്രധാന സഖ്യകക്ഷിയായിട്ടുള്ള ലെബനനിലെ ഹിസ്ബുള്ളയും ഇസ്രായേലിന്റെ തുടർച്ചയായ ആക്രമണങ്ങളിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു തിരിച്ചടികൾ നേരിടുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും സിറിയയിലും ഇറാഖിലുമൊക്കെ ഇറാന്റെ സ്വാധീനം ദുർബലമാകുന്ന ഒരു സാഹചര്യമുണ്ട്. സിറിയയിൽ ഇറാൻ പിന്തുണയ്ക്കുന്ന മിലീഷ്യകൾക്കെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇറാഖിൽ ഇറാൻ പിന്തുണയ്ക്കുന്ന ഹഷ്ദ് അൽ അഷബി ഗ്രൂപ്പുകൾക്ക് US-ഉം ഇസ്രായേലും നടത്തിയ വ്യോമാക്രമണങ്ങളിൽ വലിയ നാശനഷ്ടമാണ് വന്നിരിക്കുന്നത്. യമനിലെ ഹൂതികൾക്ക് വലിയ തിരിച്ചടിയുണ്ടായി. അതും ഇസ്രായേലും അമേരിക്കയും ഒരുമിച്ച് നടത്തിയ ആക്രമണങ്ങളിൽ ആയുധവിതരണവും ഫണ്ടിങ്ങും തടസ്സപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതായത് ഇറാൻ തിരിച്ചടി നേടുന്നത് ഇറാനകത്തു മാത്രമല്ല, ഇറാന് പിന്തുണ നൽകിയിരുന്ന മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ആ പ്രോക്സികൾക്ക് കൂടി വലിയ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഈ സമയത്ത് വരുന്നുണ്ട്. ഇനിയുള്ള മണിക്കൂറുകളിൽ അമേരിക്ക വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് കൂടി എടുത്ത് യുദ്ധരംഗത്തേക്ക് ഇറങ്ങുകയാണ് എന്നൊരു പ്രഖ്യാപനം കൂടി വരികയാണെങ്കിൽ അത് ലോകത്തിന് ഉറ്റുനോക്കേണ്ട ഒരു നിർണായക നിമിഷത്തിലേക്ക് കടക്കും. ആര്യ, തീർച്ചയായും അപർണ കുറുപ്പാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്ക കൂടി ഒരു യുദ്ധപ്രഖ്യാപനവുമായി, ഇസ്രായേലിന് പരസ്യ പിന്തുണയുമായി രംഗത്തേക്ക് ഇറങ്ങിയാൽ കൂടുതൽ കാര്യങ്ങൾ വഷളാകും എന്നുള്ളതാണ് അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ. നേരത്തെ ഒരു ആണവ കരാറിലേക്ക് എത്തുക, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഒരു ഭരണമാറ്റം, ഈ രണ്ട് സമ്മർദ്ദങ്ങളാണ് ഇസ്രായേലും അമേരിക്കയും മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഈ സമ്മർദ്ദങ്ങൾക്കൊക്കെ ഇറാൻ വഴങ്ങിക്കൊടുക്കുമോ എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ ഒരു തരത്തിലും പറയാൻ കഴിയുന്ന സാഹചര്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ ആശങ്ക വർദ്ധിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ട്.
ഇറാനിൽ എന്നതിനപ്പുറം അവിടെ ഒരു ആഭ്യന്തര കലാപം എങ്ങനെ സൃഷ്ടിക്കാം എന്നതിനെക്കുറിച്ചുള്ള നീക്കങ്ങളും തന്ത്രപ്രധാനമായ നീക്കങ്ങളും നടത്തുന്നുണ്ട്. അത് കൂടുതൽ മാനവരാശിക്ക് വെല്ലുവിളിയായി തീരും എന്നുള്ളതാണ്. അവിടെ കൂടുതൽ പേർ മരിച്ചു വീഴും എന്നുള്ളതാണ് നമ്മൾ സമാധാനം ആഗ്രഹിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് ഏറെ ആശങ്ക ഉളവാക്കുന്ന കാര്യം എന്നുള്ളതാണ്. നമ്മൾ മറ്റു വാർത്തകളിലേക്ക് കൂടി കടക്കുകയാണ്. ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താൻ ധാരണ. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും തമ്മിൽ നടത്തിയ ഉഭയകക്ഷി ചർച്ചയിലാണ് ധാരണ. ഇരു രാജ്യങ്ങളും പുതിയ ഹൈ കമ്മീഷണർമാരെ നിയമിക്കും. വ്യാപാരം, ഊർജം മേഖലയിൽ അടക്കം സഹകരണത്തിനും ധാരണയായി. VR കാർത്തിക് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. കാർത്തിക്, ഗുഡ് മോർണിംഗ്. 2 വർഷത്തിലധികമായി നീണ്ടു നിന്ന ഒരു അസ്വാരസ്യങ്ങളാണ്. അതിനൊക്കെ തിരശീല വീഴുകയാണ്. സഹകരണത്തിനും സമവായത്തിനുമുള്ള നീക്കത്തിലേക്ക് ഇന്ത്യയും കാനഡയും നേരത്തെ തന്നെ കടന്നിരുന്നു. ഇപ്പോൾ അതിന്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം, ഔദ്യോഗിക ധാരണയിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ, അല്ലേ? തീർച്ചയായും ഗുഡ് മോർണിംഗ് ആര്യ. ഇന്ത്യ കാനഡ ബന്ധത്തിൽ പ്രതീക്ഷാവഹമായ ചില പുരോഗതികൾ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും സുപ്രധാനം. അതിന് വഴിയൊരുക്കിയത് G7 ഉച്ചകോടിയാണ്. 2018 മുതൽ G7 ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പ്രധാനമന്ത്രി സ്ഥിരമായി പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ ഇത്തവണ കാനഡയാണ് G7 ഉച്ചകോടിക്ക് ആതിഥ്യം വഹിച്ചത്. ഇന്ത്യയെ ക്ഷണിക്കുമോ എന്ന തരത്തിൽ വലിയ ചർച്ചകളുണ്ടായിരുന്നു. കാരണം കാനഡയിലെ സിഖ് സംഘടനകളടക്കം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് മാർക്ക് കാർണിയെ സമീപിച്ചിരുന്നു. എന്നാൽ തികച്ചും വിപരീതമായി അതൊന്നും വകവയ്ക്കാതെ കാനഡ ഇന്ത്യയെ ക്ഷണിക്കുകയും പ്രധാനമന്ത്രി G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. ഈ G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയിലാണ് ഇപ്പോൾ പ്രതീക്ഷാവഹമായ ചില കാര്യങ്ങൾ പുറത്തുവരുന്നത്. നേരത്തെ തന്നെ സെപ്റ്റംബർ 18, 2023 അന്ന് കാനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ അവരുടെ ഹൗസ് ഓഫ് കോമൺസിൽ നടന്ന ചർച്ചയ്ക്കിടെ നടത്തിയ ഒരു പരാമർശത്തെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായത്. അന്ന് ഹൗസ് ഓഫ് കോമൺസിൽ ഹർദീപ് നിജാറുമായി അദ്ദേഹത്തിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണ് അദ്ദേഹം ഇന്ത്യയുടെ പങ്ക് സംബന്ധിച്ച സുപ്രധാനമായ ഒരു പരാമർശം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ട് എന്നായിരുന്നു ജസ്റ്റിൻ ട്രൂഡോയുടെ പരാമർശം. അതേ തുടർന്ന് ബന്ധം കൂടുതൽ വഷളായി. ഇരു രാജ്യങ്ങളും അവരുടെ ഹൈക്കമ്മീഷണർമാരെ പുറത്താക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. ആദ്യഘട്ടത്തിൽ കാനഡ അവരുടെ ഹൈക്കമ്മീഷണറെയും മറ്റ് 5 നയതന്ത്ര ഉന്നത ഉദ്യോഗസ്ഥരെയും പുറത്താക്കി. അതിന് മറുപടി എന്നോണം ഇന്ത്യയും കാനഡയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കുന്ന കാഴ്ചകൾ ഉണ്ടായി. അതിനുശേഷം വലിയ തോതിൽ ബന്ധം വഷളായിരുന്നു. കഴിഞ്ഞ ഏപ്രിലാണ് കാനഡ പ്രധാനമന്ത്രിയായി മാർക്ക് കാർണി അധികാരത്തിലെത്തിയത്. അതിനുശേഷം ചില സുപ്രധാന മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന സൂചന അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിലടക്കം വന്നിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോഴത്തെ ചർച്ചകൾ നിർണായകമാകുന്നത്. എന്തായാലും G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ വലിയ പുരോഗതിയുണ്ട്. ഇന്ത്യയും കാനഡയും വിവിധ മേഖലകളിൽ നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താനുള്ള ധാരണയായി. പ്രത്യേകിച്ച് ഊർജം, അതോടൊപ്പം തന്നെ സഹകരണം, അതോടൊപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കമുള്ള കാര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ ബന്ധം മെച്ചപ്പെടുത്തും എന്ന ചർച്ചകൾ ഇതിനോടകം തന്നെ G7 ഉച്ചകോടിയിൽ നടന്നു കഴിഞ്ഞു. അത് മാത്രമല്ല, ഈ പിൻവലിച്ച ഹൈ കമ്മീഷണർമാരെ ഉടൻ തന്നെ നിയമിക്കും എന്ന കാര്യത്തിലും ഏറെക്കുറെ ധാരണയായി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അത്തരത്തിൽ പ്രതീക്ഷാവഹമായ വാർത്തകളാണ് ഇന്ത്യ കാനഡ ബന്ധത്തിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. മറ്റൊന്ന്, ഖാലിസ്ഥാൻ വിഘടനവാദികളോടും അവരോടുള്ള മൃദു സമീപനം, കാനഡയുടെ മൃദു സമീപനത്തോടും ഇന്ത്യ എക്കാലത്തും പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. ആ ജസ്റ്റിൻ ട്രൂഡോയുടെ സമീപനത്തിൽ നിന്ന് മാർക്ക് കാർണിയിലേക്ക് എത്തുമ്പോൾ ആ മൃദു സമീപനത്തിൽ ഒരു മാറ്റം ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ഈ G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി അവിടെ എത്തിയപ്പോൾ വിവിധ സിഖ് സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു. ഖലിസ്ഥാൻവാദികളുടെ നേതൃത്വത്തിലായിരുന്നു ആ പ്രതിഷേധം ശക്തമായി നടന്നത്. അതൊന്നും വകവയ്ക്കാതെ മാർക്ക് കാർണി ഇത്തരത്തിൽ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നു. അതിന് ഇന്ത്യ ശക്തമായ പിന്തുണയും നൽകുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുകയും ചെയ്യുന്നു. ആര്യ, തീർച്ചയായും VR കാർത്തിക്കാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും ഇന്ത്യ കാനഡ ബന്ധം മെച്ചപ്പെടുന്നു. ആശാവഹമായ വാർത്തകളാണ് G7 ഉച്ചകോടിയിലെ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റിപ്പബ്ലിക് ഓഫ് ക്രൊയേഷ്യ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി. ക്രൊയേഷ്യ പ്രസിഡന്റ് സോറൻ മിലനോവിച്ചും പ്രധാനമന്ത്രി ആൻഡ്രജ് പ്ലൻകോവിച്ചുമായി മോദി കൂടിക്കാഴ്ച നടത്തും. പരസ്പര താൽപര്യമുള്ള മേഖലകളിൽ ഉഭയകക്ഷി സഹകരണത്തിന് പുതിയ വഴികൾ തുറക്കുമെന്നാണ് ഇരു രാജ്യങ്ങളും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ അന്താരാഷ്ട്ര തലത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം നമ്മൾ പരിശോധിച്ചു. ഇനി നമ്മൾ നേരെ കേരള രാഷ്ട്രീയത്തിലേക്കാണ് ഇറങ്ങാൻ പോകുന്നത്. നിലമ്പൂരിലേക്കാണ് പോകുന്നത്. ഇന്ന് നിലമ്പൂർ നിശബ്ദം, നാളെ വോട്ട്. നിലമ്പൂരിൽ നിശബ്ദ പ്രചാരണം. പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. അവസാനവട്ട കണക്കുകൂട്ടലുകളുമായി പാർട്ടികൾ
നിൽക്കുകയാണ്. അനുമോദും വി അരുണുമാണ് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം CV അനുമോദിലേക്കാണ് നമ്മൾ പോകുന്നത്. അനുമോദിലേക്ക് നമുക്ക് എത്താം. എന്തായാലും അനുമോദ, ഗുഡ് മോർണിംഗ്. 3 ആഴ്ചകൾ നീണ്ട പ്രചാരണം, നമ്മൾ ഓരോ ദിവസവും ഓരോ വിവാദങ്ങൾ ചർച്ച ചെയ്ത നിലമ്പൂർ മണ്ഡലം, അവിടെ ഒരുപാട് സംവാദങ്ങൾക്കും വാക്പോരിനും വിവാദങ്ങൾക്കും ഒക്കെ നമ്മൾ സാക്ഷ്യം വഹിച്ചു. അവസാനം ഒരു വർണ്ണാഭമായ കലാശക്കൊട്ടോടുകൂടി ആ പ്രചാരണം അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് നിലമ്പൂർ നിശബ്ദമാണ്. പക്ഷേ അവസാനവട്ടം കാണാൻ പറ്റുന്നവരെയൊക്കെയും നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാകും ഇന്നും സ്ഥാനാർത്ഥികൾ, അല്ലേ? ഗുഡ് മോർണിംഗ് ആര്യ. നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ് ഇന്ന്. ഞാനിട്ടുള്ളത് ആര്യടൻ ഷൗക്കത്തിന്റെ വീടിന് അടുത്താണ്. അദ്ദേഹത്തിന്റെ നിശബ്ദ പ്രചരണത്തിനായി ഇപ്പോൾ തന്നെ പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് പോകുന്നത് മുണ്ടേരി മേഖലയിലെ തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിലാണ്. ആദിവാസി ഉന്നതികളിലും അതുപോലെ തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിലുമാണ് അദ്ദേഹം പോകുന്നത്. ഉച്ചയ്ക്ക് 1 മണി വരെ അത്തരത്തിലുള്ള പ്രചാരണമായിരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അല്പസമയം മുമ്പ് പോകുന്നതിന് മുൻപ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. ഇന്നലത്തെ കൊട്ടിക്കലാശം അതിലെ ഒരു ജനപങ്കാളിത്തം വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നതെന്നാണ് അരുൺ ഷൗക്കത്തിന്റെ പ്രതികരണം. ഇടതുപക്ഷ സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. അത് ഇത്തവണ വോട്ടായി മാറുമെന്നും ഒരു തരത്തിലും ആശങ്കയില്ലെന്നുമാണ് UDF ക്യാമ്പിൽ നിന്റെ പ്രതികരണമുള്ളത്. നമുക്കറിയാം, കുട്ടിക്കലാശം ഓരോ മുന്നണികളും അവരുടെ ശക്തി പ്രകടനമാക്കി മാറ്റിയതോടെ മണിക്കൂറുകളാണ് നീണ്ടുനിന്നത്. സാധാരണ 4 മണിക്കൊക്കെ തുടങ്ങുന്ന കുട്ടിക്കലാശം 2:30 മുതൽ തന്നെ തുടങ്ങുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. പല വിഷയങ്ങൾ ചർച്ചയായ നിലമ്പൂരിൽ ഏറ്റവും അവസാനം MV ഗോവിന്ദൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പണ്ട് ജനസംഘവുമായി സഹകരിച്ച് പ്രവർത്തിച്ചു എന്നതിൻ്റെ ചരിത്രരേഖകളുണ്ട് എന്ന് പറഞ്ഞ കാര്യം കൂടി ഇപ്പോൾ ചർച്ചയായി വിവാദമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം, ഇത് നേരത്തെ തന്നെ ചരിത്രരേഖകളിലുണ്ട്, CPM ഇത് മറച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യവുമല്ല എന്നിരിക്കെ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായത് UDF കേന്ദ്രങ്ങൾ എങ്ങനെ ആയുധമാക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. പല വിഷയങ്ങൾ മാറി മറിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും അവസാനം MV ഗോവിന്ദൻ്റെ അഭിമുഖം മറ്റൊരു വിവാദമാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്നാലും ഇവിടെ നേതാക്കളൊക്കെ തന്നെ ഇതിനോടകം തന്നെ മണ്ഡലത്തിൽ നിന്നും ജില്ലയിൽ നിന്നും പോയിട്ടുണ്ട് ഇന്നലെ രാത്രിയോടെ. അതുകൊണ്ട് തന്നെ പ്രതികരണങ്ങൾ നമുക്ക് ഏതെല്ലാം മേഖലയിൽ നിന്നും വരും എന്നുള്ളതും കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഇന്ന് വൈകുന്നേരം വരെ നിശബ്ദ പ്രചരണത്തിൻ്റെ മണിക്കൂറുകൾ. നാളെ രാവിലെ 6 മണി മുതൽ പോളിംഗ് ബൂത്തിലേക്ക് നിലമ്പൂർ ജനത എത്തിച്ചേരുന്നു. ഇനി ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം 23-ാം തീയതി വരുന്നത് വരേക്ക് രാഷ്ട്രീയ കേരളത്തിന് കാത്തിരിപ്പാണ്. കാരണം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ചൂണ്ടുപലക കൂടിയായിട്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഒട്ടേറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിന്. ആ സാഹചര്യത്തിൽ എന്തായിരിക്കും നിലമ്പൂരുകാർ വിധി എഴുതുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അതെ, അനുമോദ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലമ്പൂരിന്റെ മനസ്സിൽ എന്താണ് എന്നുള്ളത് നമുക്ക് 23-ാം തീയതി അറിയാൻ കഴിയും. നാളെ പക്ഷേ ആ വിധി എഴുത്താണ്. അതിനുള്ള ഒരുക്കങ്ങൾ ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത്? ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം എപ്പോൾ ആരംഭിക്കും അനുമോദ്? ചുങ്കത്തറ മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം നിശ്ചയിച്ചിരിക്കുന്നത്. അവിടെ രാവിലെ 8 മണിയോടെയാണ് ഈ ഒരു നടപടികൾക്ക് തുടക്കമാവുക. 263 പോളിംഗ് ബൂത്തുകളാണ് ഇവിടെ ഇത്തവണ ഉള്ളത്. അതിൽ 59 ബൂത്തുകൾ പുതിയതായിട്ട് അനുവദിച്ചതാണ്. അതിൽ തന്നെ 3 ബൂത്തുകൾ വനത്തിനുള്ളിലാണ്. 42-ാം ബൂത്ത് അതുപോലെ ഇരുട്ടുകുത്തി കുഞ്ചക്കൊല്ലി മോഡൽ സ്കൂളിലാണുള്ളത്. ഇരുട്ടുകുത്തി വാണിയമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ, നെടുങ്കയം കമ്മ്യൂണിറ്റി സെൻറ്റർ എന്നിങ്ങനെ 3 ഇടങ്ങളിലായിട്ട് വനത്തിനുള്ളിലാണ് ബൂത്തുകളുള്ളത്. അതിൽ തന്നെ 7 മേഖലകളിലായി 11 പ്രശ്ന സാധ്യതാ ബൂത്തുകളും ഉണ്ട്. 14 ക്രിട്ടിക്കൽ ബൂത്തുകളും ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിലുണ്ട്. 315 വോട്ടിംഗ് യന്ത്രങ്ങളും 341 VVPAT യന്ത്രങ്ങളുമാണ് ഈ ഒരു പോളിംഗിനായിട്ട് വിതരണം ചെയ്യുന്നത്. ഇത് നമുക്കറിയാം, നിലമ്പൂരിൻ്റെ ഒരു ഭൂഘടന അത് എത്തിച്ചേരാൻ ദുർഘടമായ ഒട്ടേറെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ വനത്തിനുള്ളിൽ ഇവയെല്ലാം ഒരുക്കി 3 സ്റ്റേഷനുകൾ അത്തരത്തിലുണ്ട്. അത് വലിയ ഒരു ദൗത്യം ആണ്. നിലമ്പൂരിൻ്റെ ഭൂഘടനയെക്കുറിച്ച് അറിയുന്നവർക്കെല്ലാം കൃത്യമായിട്ട് അറിയാം എത്രമാത്രം ദുർഘടമായ സാഹചര്യങ്ങളാണ് പലയിടത്തും ഉള്ളത് എന്നുള്ളത്. പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്യുമ്പോൾ നിലമ്പൂരിൻ്റെ ചുറ്റുമുള്ള നദികളൊക്കെ നിറഞ്ഞൊഴുകിയാൽ പലപ്പോഴും ഈ ഒരു സാഹചര്യങ്ങൾ എങ്ങനെയാകും മാറുക എന്ന് പറയാനാകില്ല. നിലമ്പൂരിൽ മഴ പെയ്തില്ലെങ്കിൽ പോലും
നീലഗിരിയിലോ വയനാട്ടിലോ മഴ പെയ്താലും നിലമ്പൂരിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും. അപ്പോൾ അത്രമാത്രം മാറുന്ന കാലാവസ്ഥ, ഭൂഘടന ഇതൊക്കെ തന്നെ നിലമ്പൂരിലെ ഒരു അല്പ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു പോളിംഗ് സാമഗ്രികളുടെ വിതരണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായതായിട്ടാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട് പുറത്തിറക്കിയ പട്ടിക പ്രകാരം 2,32,381 പേരാണ് നിലമ്പൂരിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതിൽ തന്നെ 7,787 പേർ പുതിയ വോട്ടർമാരാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. 7,000-ലേറെ പുതിയ വോട്ടർമാർ മണ്ഡലത്തിലുണ്ട്. അവരുടെ തീരുമാനം അതെന്താകുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ ഈ ഒരു ജനവിധി ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ പുതിയ വോട്ടർമാരുടെ മനസ്സ് ആർക്കൊപ്പം നിൽക്കുമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാണെങ്കിലും നിലമ്പൂർ ഇനി മണിക്കൂറുകൾ മാത്രം പോളിംഗ് ബൂത്തിലെത്താനിരിക്കെ ഒരുക്കങ്ങളൊക്കെ തന്നെ എല്ലായിടത്തും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. മാറി മാറി വരുന്ന വിവാദങ്ങളിൽ അവസാന മണിക്കൂറുകളിൽ ജനമനസ്സിൽ സ്വാധീനിക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ആര്യ, തീർച്ചയായും CV അനുമോദാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും വിധി എഴുതാൻ നിലമ്പൂർ ഒരുങ്ങിക്കഴിഞ്ഞു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 ആഴ്ചക്കാലം നീണ്ടുനിന്ന ശക്തമായ പോരാട്ടം ആയിരുന്നു, പ്രചാരണമായിരുന്നു. ഓരോ ദിവസവും ഓരോ ട്വിസ്റ്റുകൾ, ഓരോ പ്രശ്നങ്ങൾ, വിവാദങ്ങൾ, അതൊക്കെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോയി. ഈ സമീപകാലത്ത് നമ്മൾ ഇത്രത്തോളം ആവേശം നിറഞ്ഞ ഒരു പ്രചാരണ കാലഘട്ടം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തന്നെ സംശയമാണ്. VV അരുൺ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, എന്തായാലും കണക്ക് കൂട്ടലുകളിലാണ് LDF-നും UDF-നും ഒരുപോലെ വലിയ വിജയപ്രതീക്ഷ, ആത്മവിശ്വാസം മുന്നിലുണ്ട്. അടിയൊഴുക്കുകളൊക്കെ ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യത ഉറപ്പായുമുണ്ട്. അതിനിടയിൽ അൻവർ എന്ന വലിയൊരു ഹൈലൈറ്റ് നിലനിൽക്കുന്നുണ്ട്. അൻവർ ആർക്ക് കെണിയാകും, തുണയാകുമെന്നൊക്കെ 23-ാം തീയതിയെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. പൊതുവായ ഒരു കണക്കുകൂട്ടൽ അത് ഇരു മുന്നണികളുടെ ഭാഗത്തു നിന്നും അൻവറിന്റെ ഭാഗത്തു നിന്നും അതെങ്ങനെയാണ്? ഏറ്റവും ഒടുവിൽ കൊട്ടിക്കലാശം നൽകിയ ആവേശമാണ് സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും ഉള്ളത്. ഇപ്പോൾ അല്പസമയം നമ്മൾ സംസാരിക്കുമ്പോൾ M സ്വരാജ് പറഞ്ഞ അതുമാണ്. നേരത്തെ പല തെരഞ്ഞെടുപ്പുകളും നിലമ്പൂരിലെ കൊട്ടിക്കലാശം കണ്ടിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഇല്ലാത്ത തരത്തിലുള്ളൊരു പ്രവർത്തകരുടെ ഒഴുക്ക്, കടലുപോലെ പ്രവർത്തകർ എത്തിയെന്നാണ് സ്വരാജ് അതിനെ വിശേഷിപ്പിച്ചത്. അങ്ങനെ വലിയ ആവേശം പ്രവർത്തകരിലുണ്ട്. അതുതന്നെയാണ് ഇവിടെ CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീക്ഷയും ഇടതുമുണ്ട് പ്രധാനപ്പെട്ട പ്രതീക്ഷയും. ഒരു പാർട്ടി സ്ഥാനാർത്ഥി, പാർട്ടി ചിഹ്നത്തെ സ്ഥാനാർത്ഥി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായ ഒരു പ്രതികരണം പാർട്ടി പ്രവർത്തകരിലുണ്ട്. അത് സ്വരാജ് എന്ന സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന ഒരു സ്വീകാര്യത കൂടിയാകുമ്പോൾ ഈ എല്ലാ രാഷ്ട്രീയ പിന്നാക്കാവസ്ഥകളെ മറികടന്ന് മുന്നോട്ട് പോകാനാകും. പ്രത്യേകിച്ച് UDF-ന് സ്വാധീനമുള്ള മണ്ഡലം എന്നത് അവർ ശരിവെക്കുന്നു. പക്ഷേ അതൊക്കെ മറികടക്കാൻ തക്ക സ്ഥാനാർത്ഥിയും തക്ക പ്രചരണവുമാണ് നടത്തിയതെന്ന ആത്മവിശ്വാസമാണ് ഇടത് കേന്ദ്രങ്ങൾക്കുള്ളത്. ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. നിശബ്ദ പ്രചരണത്തിലും സ്ഥാനാർത്ഥികൾ വെറുതെ ഇരിക്കില്ല. നിരവധി ആളുകളെ കാണാൻ വിട്ടുപോയവരുണ്ട്, ഒരു തവണ മാത്രം കണ്ടവരുണ്ട്. അത്തരം ആളുകളെ ഒന്നുകൂടി കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണി സ്ഥാനാർത്ഥികൾ. M സ്വരാജ് ആദ്യം നിലമ്പൂർ ടൗണിലും പിന്നീട് വഴിക്കടവ് മറ്റു ഭാഗങ്ങളിലും അത്തരത്തിൽ വിട്ടുപോയ ആളുകളെ വോട്ട് ഉറപ്പിക്കാനുള്ള യാത്രയിലാകും ഇന്നുള്ളത്. മറ്റ് പ്രധാനപ്പെട്ട യോഗങ്ങളും ഉണ്ടാകും. സ്വാഭാവികവും നാളെ എങ്ങനെയാണ് ബൂത്തുകളിൽ പ്രവർത്തകർ അണിനിരക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തീരുമാനങ്ങൾ ആ രീതിയിൽ ഇന്ന് എടുത്തു പോവുകയും ചെയ്യും. മറ്റു സ്ഥാനാർത്ഥി അതുതന്നെയാണ്. ആര്യാട് ഷൗക്കത്ത് ഇതിനകം നിശബ്ദ പ്രചരണ ദിവസം സജീവമായി ഇറങ്ങിക്കഴിഞ്ഞു. BJP സ്ഥാനാർത്ഥിയും നിലമ്പൂർ ടൗണിലടക്കം വഴിക്കടവിൽ ഈ ചന്തക്കുന്നിലടക്കം രാവിലെ എത്തുന്നുണ്ട്. അങ്ങനെ 3 മുന്നണി സ്ഥാനാർത്ഥി ആ രീതിയിൽ തന്നെയാണ്. ഇന്നലെ കൊട്ടിക്കലാശം പോലും ഉപേക്ഷിച്ചുകൊണ്ടാണ് PV അൻവർ ആ സമയം കൂടി ഈ വോട്ട് തേടാൻ അല്ലെങ്കിൽ നേരിട്ട് ആളുകളെ കാണാൻ ഉപയോഗിക്കാമെന്നൊരു പ്രഖ്യാപനം നടത്തിയത്. ഏതായാലും 2 മുന്നണി സ്ഥാനാർത്ഥികൾ ഇപ്പോഴും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. ഭൂരിപക്ഷം പറയാൻ തയ്യാറല്ലെങ്കിൽ പോലും ഇടതു മുന്നണി കംഫർട്ടബിൾ മെജോറിറ്റിയിൽ ജയിക്കും എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. UDF ആകട്ടെ 15,000-ന് മുകളിൽ ഭൂരിപക്ഷം എന്നാണ് അവർ ഇന്നലെ പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. PV അൻവർ 2 പേരെയും മറികടന്ന് ജയിക്കും. 3-ാം സ്ഥാനത്തേക്ക് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പിന്തള്ളപ്പെടുമെന്നൊരു പ്രഖ്യാപനമാണ് ഇന്നലെ നടത്തിയത്. PV അൻവർ പിടിക്കുന്ന വോട്ടുകൾ വളരെ നിർണായകമാണ് താനും. അത് ആർക്ക് ഗുണമാകും ദോഷമാകും എന്ന കാര്യത്തിൽ ഇരു മുന്നണികൾക്കും വ്യത്യസ്ത അഭിപ്രായമുണ്ട്. PV അൻവർ പിടിക്കുന്ന പൂർണ്ണമായും ഇടത് വോട്ടുകളാണെന്ന ഒരു നിലപാടാണ്, ഒരു അഭിപ്രായമാണ് UDF കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത്. കാരണം കഴിഞ്ഞ 9 വർഷവും LDF-ന്റെ MLA ആയിരുന്നു അദ്ദേഹം. LDF പ്രവർത്തകരുമായി അത്രയധികം ചേർന്ന് പോയ ആളാണ്. അതുകൊണ്ട് തന്നെ LDF വോട്ടുകൾ, LDF പ്രവർത്തകർ ഇപ്പോഴും അൻവറിനെ കൈവിടില്ല. അങ്ങനെയെങ്കിൽ അത് M സ്വരാജിന്റെ വോട്ടുകൾ ചോർത്തുമെന്ന ഒരു വിലയിരുത്തലാണ് UDF കേന്ദ്രങ്ങൾ നടത്തുന്നത്. പക്ഷേ പാർട്ടി എന്ന ഇടതുമുന്നണിയുടെ സംഘടനാ സംവിധാനം അതിനപ്പുറത്തേക്ക് ഏകോപനം, അതിനപ്പുറത്തേക്ക് CPM-ന്റെ സംഘടനാ സംവിധാനം ഒന്നടങ്കം പ്രവർത്തിക്കുമ്പോൾ M സ്വരാജ് എന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം നിലമ്പൂർകാരൻ കൂടിയായ സ്ഥാനാർത്ഥി വരുമ്പോൾ, പാർട്ടി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ അവസരം വരുമ്പോൾ എല്ലാ
ഭിന്നതകളും മാറ്റിവെച്ച് CPM പ്രവർത്തകരും അനുഭാവികളും പൂർണ്ണമായും ഒരു വോട്ട് പോലും ചോർന്നുപാത്രത്തിൽ എം സ്വരാജ് നൽകുമെന്ന് തന്നെയാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഇനിയും അവകാശവാദങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കും ഇത്തരം പ്രതീക്ഷകൾക്കുമൊക്കെ സമയമുണ്ട്. ഇനിയുള്ള മണിക്കൂറുകൾ അതിൻ്റെ സമയം കൂടിയാണ്. അടിയൊഴുക്കുകൾ സ്വാഭാവികമായും നിർണ്ണയിക്കപ്പെടുന്ന ഈ സമയത്ത് തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമി ബന്ധമടക്കം ഇപ്പോഴും ചർച്ചയുണ്ട്. സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം ചർച്ച ചെയ്യപ്പെടുമെന്ന് പ്രതിപക്ഷവും സർക്കാർ 9 വർഷം ചെയ്ത കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ വിലയിരുത്തി വോട്ട് ചെയ്യുമെന്ന പ്രതീക്ഷ ഭരണപക്ഷവും പങ്കുവയ്ക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി വന്നതോടുകൂടി UDF-നൊപ്പം നിന്ന സമസ്തയിലെ സുന്നി വിഭാഗങ്ങൾ അല്ലെങ്കിൽ ലീഗിനൊപ്പം നിൽക്കുന്ന വിഭാഗങ്ങളൊക്കെ ആ രീതിയിൽ മാറിപ്പോകുമെന്ന് ചിന്തിക്കുന്നവർ LDF-ലുണ്ട്. അത്തരം പല പ്രതീക്ഷകളുടെയും പല അടിയൊഴുക്കുകളുടെയും സമയമാണ് ഇനിയുള്ളത്. ഒരു നിമിഷം പോലും പാഴാക്കാതെ സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്ത് അതിരാവിലെ തന്നെ സജീവമായി കഴിഞ്ഞു. ആര്യ, തീർച്ചയായും VV അരുണാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ നടന്ന കൊട്ടിക്കലാശത്തിൽ അതിൽ പ്രവർത്തകരുടെയും ജനങ്ങളുടെയും ഒരു കുത്തൊഴുക്ക് കണ്ടു. അത് വളരെ ആവേശജലമായ ആ കൊട്ടിക്കലാശത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇരു നേതാക്കളും LDF-ഉം UDF-ഉം ഒരുപോലെ എന്നുള്ളതാണ്. എന്തായാലും ഒരു കംഫർട്ടബിൾ മാർജിനിൽ ഭൂരിപക്ഷം നേടി ജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഇടത് സ്ഥാനാർത്ഥി മുന്നോട്ട് വയ്ക്കുമ്പോൾ ഒരു 15,000 വോട്ടിന്റെ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട് UDF. പക്ഷേ ഇവിടെ ഇനി ഹൈലൈറ്റ് ആകാൻ പോകുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അൻവറാണ്. അൻവർ ആർക്കാണ് തുണയായത്, അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം ആർക്കാണ് കെണിയായത് എന്നുള്ളത് നമുക്ക് 23-ാം തീയതി അറിയാം. ഇനി എന്തെങ്കിലുമൊക്കെ അടിയൊഴുക്കുകൾ പ്രതീക്ഷിക്കുന്ന സമയം കൂടിയാണ്. ട്വിസ്റ്റോട് ട്വിസ്റ്റ് കണ്ട നിലമ്പൂരാണ്. ഇനിയും ട്വിസ്റ്റുകൾ ബാക്കിയാണോ എന്ന് നമുക്ക് കണ്ടറിയാം. ഇടതുപക്ഷം ജനപക്ഷവുമായി സഖ്യം ചേർന്നിട്ടുണ്ടെന്ന് CPM-ന്റെ ചരിത്രരേഖയിലുണ്ടെന്ന് ആര്യാടൻ ഷൗക്കത്ത്. എപ്പോഴും യോജിക്കാവുന്ന അവസ്ഥ നിലനിൽക്കുന്നുവെന്നും മണ്ഡലത്തിൽ വലിയ ആത്മവിശ്വാസമുണ്ടെന്നും ആര്യാടൻ ഷൗക്കത്ത് ഇന്ന് നിശബ്ദ പ്രചാരണത്തിന് ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പായി പ്രതികരിച്ചു. പ്രതികരണത്തിലേക്ക്. നിങ്ങൾ കണ്ടല്ലോ, ഇതൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇന്നലെ നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾ ഓരോന്നും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഒരു കാലത്തുമില്ലാത്ത ഒരു വേവ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഖ്യത്തിനെതിരെയുണ്ട്. അതിനെ മറികടക്കാൻ പല രൂപത്തിലുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. പല സാധ്യതകളും, വിവാദങ്ങളുണ്ടാക്കുക, എല്ലാ വിഭാഗങ്ങളെയും ഇതേപോലെ സഖ്യങ്ങളുണ്ടാക്കുക, ഇതൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിലമ്പൂരിലെ ജനങ്ങൾ വളരെ കൃത്യമായി തീരുമാനിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണത്. ഒരു ചരിത്ര ഭൂരിപക്ഷത്തിന് നിലമ്പൂരിൽ UDF ജയിക്കും. ഇടതുപക്ഷവും ജനസംഘവുമായി സഖ്യം ചേർന്നിട്ടുണ്ടെന്ന് CPM-ന്റെ ചരിത്രരേഖയിലുണ്ട് എന്നുള്ള വിമർശനമാണ് ആര്യാടൻ ഷൗക്കത്ത് ഉന്നയിക്കുന്നത്. അതേസമയം LDF സ്ഥാനാർത്ഥി M സ്വരാജും പ്രതികരിച്ചിരുന്നു. രാവിലെ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജ് ഉള്ളത്. പ്രതികരണം കണ്ടിട്ട് മടങ്ങിയത്. പതിവിൽ കവിഞ്ഞ പങ്കാളിത്തവും പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമുള്ളൊരു പങ്കാളിത്തവും ആവേശമൊക്കെ ആയിരുന്നു. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെ ആവേശത്തിൻ്റെ കൊടുമുടിയിലെത്തിക്കുന്ന ഒരു മനുഷ്യക്കടൽ പോലെ ആർത്തിരമ്പിയ ഒരു അനുഭവമായിരുന്നു. അപ്പോൾ അതൊരു അവിസ്മരണീയമായ അനുഭവമാണ്. അതിൻ്റെ ഒരു ആവേശവും ആഹ്ലാദവും ഒക്കെയാണ് എല്ലാവരിലും ഉള്ളത്. വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ വേതന വർധനവ് ആവശ്യപ്പെട്ട് മെയ് 5-ന് കാസർഗോഡ് നിന്നും ആരംഭിച്ച ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരയാത്ര ഇന്ന് മഹാറാലിയായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിച്ചേരും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മഹാറാലി ഉദ്ഘാടനം ചെയ്യും. സാംസ്കാരിക രംഗത്തെ പ്രമുഖരും മഹാറാലിയിൽ പങ്കെടുക്കുമെന്ന് സമരസമിതി അറിയിച്ചു. അതേസമയം തന്നെ ആശാ വർക്കേഴ്സിന്റെ സംഘടന ഇന്ന് പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് കാണിച്ച് NHM-ന് കത്തും നൽകിയിരുന്നു. അതേസമയം സംസ്ഥാനത്തെ ആശമാർ നിർബന്ധിത പരിശീലനം നടത്താൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇത് സമരം പൊളിക്കാനുള്ള നീക്കമെന്ന് പ്രതിഷേധിക്കുന്ന ആശമാർ ആരോപിച്ചു. ഡാൻ കുര്യൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാൻ, വെരി ഗുഡ് മോർണിംഗ്. നമുക്കറിയാം മാസങ്ങളായി നീണ്ടു നിൽക്കുന്ന അവരുടെ പോരാട്ട വീര്യമാണ്, സമരമാണ്. പലതരത്തിലുള്ള സമര മുറകൾ അവർ സ്വീകരിച്ചു. വിജയകരമായി പലതും എല്ലാം പൂർത്തിയാക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ഇതാ നിലമ്പൂരിൽ വരെ എത്തി അവരുടെ ആവശ്യങ്ങൾ, അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം അവർ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു മാസത്തിലധികം നീണ്ടു നിന്ന ഈ സമരയാത്ര സമാപിക്കുകയാണ്. രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ ഏറെ പ്രാധാന്യമുണ്ട് അതിന്. നാളെ നിലമ്പൂർ വോട്ടെഴുതാൻ പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടി പ്രതിപക്ഷ നേതാവ് അവിടെ എത്തി സംസാരിക്കുന്നു എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അതിനപ്പുറം ഇതിപ്പോൾ ഇന്ന് പണിമുടക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുമ്പോൾ അതിന് NHM-ന് കത്തും നൽകിയിരിക്കുമ്പോഴാണ് ഈ സർക്കാരിന്റെ നിർബന്ധിത പരിശീലന ക്ലാസ് അത്തരത്തിലൊരു നീക്കവുമായി സർക്കാർ മുന്നോട്ട് വരുന്നത്.
ഇത് സമരം പൊളിക്കാനുള്ള ഒരു നീക്കമായിട്ടാണ് ആശമാർ കണക്കാക്കുന്നത്. ഈ നിർബന്ധിത ക്ലാസ്സിൽ പങ്കെടുത്തില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതം ഈ ആശമാർ നേരിടേണ്ടി വരുമോ? ഡാൻ, അതേ വേതന വർധനമെന്ന ആവശ്യം മുൻനിർത്തിക്കൊണ്ട് തുടങ്ങിയ അനിശ്ചിതകാല സമരം പിന്നീട് അനിശ്ചിതകാല നിരാഹാര സമരത്തിന് വഴിമാറി. അതിനുശേഷം പല തരത്തിൽ സർക്കാർ തലത്തിൽ ചർച്ചകൾ നടന്നെങ്കിലും അത് പൂർണ്ണമായി ഫലം കാണുന്ന സാഹചര്യം ഉണ്ടാകാതെ വന്നതോടെയാണ് കഴിഞ്ഞ മെയ് 5-ാം തീയതി മുതൽ രാപകൽ യാത്ര, സമരയാത്ര, പദയാത്ര അവർ കാസർഗോഡ് നിന്ന് ആരംഭിച്ചത്. ആ യാത്രയാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ രാവിലെ 10 മണിക്ക് സമാപിക്കാൻ പോകുന്നത്. സർക്കാർ ഈ വിഷയത്തിൽ ഉന്നയിക്കുന്ന കാര്യം കേവലം വേതന വർധന എന്ന ആവശ്യം മുമ്പോട്ട് വെക്കുന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഈ സമരസമിതി പ്രവർത്തിക്കുന്നത്. അവർക്ക് പിന്നിൽ ഇടതുപക്ഷത്തെ, ഇടതു സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള ചില രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ ഇതിന് പിന്നിലുണ്ട്. അതിനു മുമ്പിൽ വഴങ്ങേണ്ട കാര്യമില്ല, ഒരു തരത്തിലും അത് അംഗീകരിക്കാനാവില്ല എന്നൊരു നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രതിപക്ഷ നേതാവ് അവിടെ എത്തി ആശാ വർക്കർമാരുടെ ഈ മഹാറാലിയെ അഭിസംബോധന ചെയ്യാൻ പോകുന്ന കാര്യത്തെയും കൃത്യമായി രാഷ്ട്രീയമായി തന്നെ നേരിടാനുള്ള ഒരു തീരുമാനത്തിലാണ് സർക്കാരും ആരോഗ്യവകുപ്പും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിലെ ജനപങ്കാളിത്തം കുറയ്ക്കുന്നതിന് വേണ്ടി ഇന്ന് നിർബന്ധിതമായ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള ബോധപൂർവമായ നീക്കം സമരസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ അവരെ പ്രതിരോധത്തിലാക്കാൻ ഇങ്ങനെ ഒരു നിർബന്ധിത പരിശീലനം നൽകുക എന്നൊരു തന്ത്രം, മറുതന്ത്രം ഈ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന്, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ്. അതിനോട് എങ്ങനെയായിരിക്കും ആശാ വർക്കർമാർ പ്രതികരിക്കുക എന്നതൊക്കെ നമുക്ക് അല്പസമയത്തിനകം അറിയാൻ കഴിയും. PMG ജംഗ്ഷനിൽ നിന്നായിരിക്കും ഈ മഹാറാലി തുടങ്ങുക. രാവിലെ 10 മണിക്ക് റാലി സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് എത്തുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ മുൻ പ്രതിപക്ഷ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ, കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ, അതോടൊപ്പം സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ ഈ മഹാറാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശനായിരിക്കും ഈ റാലി ഉദ്ഘാടനം ചെയ്യുക. അവിടെ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ വിമർശനമായിരിക്കും സർക്കാരിനെതിരെ ഇനി പ്രതിപക്ഷം ഉന്നയിക്കുക എന്നതാണ് അറിയാനുള്ളത്. തീർച്ചയായും. ഡാൻ കുര്യനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ഇനി കാലാവസ്ഥയുടെ സാഹചര്യം നോക്കിയാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴ വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ശക്തമായി തുടരും എന്നുള്ളതാണ്. കേരളത്തിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുകയാണ് ഇപ്പോൾ. തുടർന്നും മണിക്കൂറിൽ പരമാവധി 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശും. അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. തെക്കൻ ഗുജറാത്തിലുള്ള ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചതും പശ്ചിമ ബംഗാളിന് മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതും കേരളത്തിൽ മഴയെത്തിക്കും. വടക്കൻ കേരളത്തിലാണ് നിലവിൽ മഴയ്ക്ക് സാധ്യത. ഇന്ന് കണ്ണൂരും കാസർഗോഡുമാണ് ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പുള്ളത്. മറ്റ് 6 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് മുന്നറിയിപ്പുമുണ്ട്. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയരായ ജീവനക്കാർ നൽകിയ പരാതിയിൽ കൃഷ്ണകുമാറിന്റെയും മകൾ ദിയയുടെയും മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും. തിരുവനന്തപുരം ജില്ലാ കോടതിയാണ് കേസ് പരിഗണിക്കുക. അതേസമയം ദിയയുടെ സ്ഥാപനത്തിലെ പണം തട്ടിയെടുത്ത കേസിൽ ആരോപണ വിധേയരായ 3 വനിതാ ജീവനക്കാർ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വിധി വന്ന ശേഷം തുടർ നീക്കങ്ങളിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ക്രൈംബ്രാഞ്ച് സംഘം. വിവരങ്ങളുമായി ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുകയാണ്. ഡാൻ, ഇന്ന് ദിയയുടെയും കൃഷ്ണകുമാറിന്റെയും മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെയും ഈ കേസിൽ വന്നിട്ടുണ്ട്. ഈ ആരോപണ വിധേയരായിട്ടുള്ള 3 ജീവനക്കാരികൾ ഒളിവിൽ പോയി എന്നുള്ളത്, അതിനപ്പുറം ഇവര് സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പ് നടത്തി എന്ന് സാധൂകരിക്കുന്ന തെളിവുകൾ ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ഇവർക്ക് ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യം തന്നെയല്ലേ മുന്നിലുള്ളത്? അത് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പ്രധാനമായി ഇതൊരു കൗണ്ടർ കേസാണ് എന്നും അവർ മുമ്പോട്ട് വെച്ച, ഈ ആരോപണ വിധേയരായ ജീവനക്കാർ മുമ്പോട്ട് വെച്ച ആരോപണങ്ങളിൽ വസ്തുത ഇല്ല എന്നും വ്യക്തമാക്കുന്ന തെളിവുകൾ, ദൃശ്യങ്ങൾ അടക്കം, വീഡിയോ ദൃശ്യങ്ങൾ അടക്കം കഴിഞ്ഞ ദിവസം പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ കോടതി ഈ വിഷയത്തിൽ ഒരു അന്തിമമായ തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടതിന് പിന്നാലെയാണ് ആദ്യം ഈ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം കോടതി പരിഗണിച്ചത്. അപ്പോൾ ഇതിൽ വിധി പറയുന്നത് 18-ാം തീയതിയിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം ജില്ലാ കോടതി വിധി പറയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജാമ്യാപേക്ഷയിൽ പോസിറ്റീവായ ഒരു വിധി ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയിലാണ് കൃഷ്ണകുമാറും കുടുംബവും. അതേസമയം ഈ ആരോപണ വിധേയരായ 3 ജീവനക്കാർ ഇപ്പോഴും ഒളിവിലാണ്. പോലീസ് അവർക്ക് വേണ്ടി അന്വേഷണം നടത്തുന്നുണ്ടെന്ന് അവകാശപ്പെടുമ്പോൾ അവരെക്കുറിച്ച് ഒരു സൂചനകളും ഇതുവരെ
ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലും കോടതി ഉടൻ വിധി പറയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം മാത്രം കടുത്ത നടപടികളിലേക്ക്, അതായത് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് കടന്നാൽ മതി എന്നൊരു തീരുമാനത്തിൽ അന്വേഷണ സംഘം തുടരുകയാണ്. ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ 69 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. യെസ്, ദിയാകൃഷ്ണയും കൃഷ്ണകുമാറും നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുകയാണ്. ഡാൻ കുര്യനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. പത്തനംതിട്ട മെഴുവേലിയിൽ നവജാത ശിശു മരിച്ച സംഭവത്തിൽ കരഞ്ഞ കുഞ്ഞിന്റെ വായ പൊത്തിപ്പിടിച്ചതാണ് മരണകാരണമെന്ന യുവതിയുടെ മൊഴി. ഗർഭിണിയായത് കാമുകനിൽ നിന്നാണെന്നും ഇക്കാര്യം കുടുംബാംഗങ്ങളോട് പറഞ്ഞിരുന്നില്ലെന്നും യുവതി മൊഴി നൽകി. ഇന്നലെ പുലർച്ചെയാണ് പെൺകുഞ്ഞിനെ പ്രസവിച്ചത്. തുടർന്ന് മൃതശരീരം ചേമ്പിലയിൽ പൊതിഞ്ഞ് അയൽ വീടിന്റെ പരിസരത്ത് വെച്ചത് താനാണെന്നും യുവതി സമ്മതിച്ചു. വന്നപ്പോഴത്തേനും ഇവിടുത്തെയാണെന്ന് അറിഞ്ഞു. പക്ഷേ അവർ പറയുന്നത് ഞാൻ പ്രസവിച്ചില്ല എന്നുള്ളതാണ്. അമ്മയും എല്ലാവരും പറഞ്ഞു പ്രസവിച്ചിട്ടില്ല, ബ്ലീഡിങ് ആയി കൊണ്ടുപോയതാണെന്ന് പറഞ്ഞു. അപ്പം പിന്നെ അവർക്ക് അവിടെ ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ എന്തായാലും മനസ്സിലാവുമല്ലോ, പ്രസവിച്ച കുട്ടിയെ കാണുമ്പം ഡോക്ടർക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ ഡോക്ടർ ചോദിച്ച പ്രകാരം ആ കുട്ടി പറഞ്ഞതാണ് ഇവിടെ ബക്കറ്റിലിട്ട് വെച്ചെന്നാണ് പറഞ്ഞത്. പക്ഷേ ബക്കറ്റിലല്ല, വെളിയിലാണ് കിടന്നത്. ഞങ്ങൾ കുട്ടിയെ കണ്ടില്ല. ഞങ്ങൾ LHI-യാണ് ഐഡൻറ്റിഫൈ ചെയ്തത്. സിസ്റ്റർ മാത്രമേ കുഞ്ഞിനെ കണ്ടുള്ളൂ. പെൺകുട്ടിയാണെന്ന് പറഞ്ഞു. അവരിപ്പോൾ ഉഷ ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ ഉഷ ഹോസ്പിറ്റലാണ്. ഞങ്ങൾ സബ് സെൻറ്ററിൽ ഇരുന്നപ്പോൾ, ഞാൻ ആശാ വർക്കറാണ്. അപ്പം ഞങ്ങൾ സെൻറ്ററിൽ ഇരുന്നപ്പം DMO-ന്ന് അറിയിച്ച പ്രകാരം LHI-ഒക്കെയാണ് ഞങ്ങളെ വിളിച്ചറിയിച്ചത്. അഡ്രസ്സ് ആലക്കോട് പത്തിശ്ശേരി പറഞ്ഞു, സ്ഥലം വാർഡ് 5 പറഞ്ഞു. പക്ഷേ ഇത് 4-ാം വാർഡാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ചെയ്തു. അതായത് നമ്മൾ ആൻറ്റിനേറ്റിലാണെങ്കിൽ കല്യാണം കഴിച്ച സ്ത്രീ ആൻറ്റിനേറ്റ് അങ്ങനെയുള്ളവരെ നമ്മൾ രജിസ്റ്റർ ചെയ്യുകയും അന്വേഷിക്കുകയും ചെയ്യത്തുള്ളൂ. തന്നെയല്ല, ഈ കുട്ടി കഴിഞ്ഞ മാസം നമ്മൾ സബ് സെൻറ്ററിലാണെങ്കിൽ പിന്നെ മെൻസ്ട്രൽ കപ്പ് കൊടുക്കുന്നുണ്ട് നമ്മൾ കുട്ടി. അപ്പോൾ അത് വാങ്ങിക്കാൻ വരികയും ചെയ്തു കഴിഞ്ഞ മാസം. അപ്പം അങ്ങനെയൊക്കെ, അതുകൊണ്ട് ആർക്കും ഒരു സംശയം തോന്നിയില്ല. അപ്പോൾ ശശിനാരായണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ശശിനാരായണൻ, ആ പാതകം ചെയ്തത് താൻ തന്നെ എന്ന് കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ് യുവതി. വിശദാംശങ്ങൾ. ഇന്നലെ ഉച്ചയ്ക്കാണ് പത്തനംതിട്ട മെഴുവേലിയിൽ ഒരു നവജാത ശിശുവിനെ മരിച്ച ആളുള്ള സ്ഥലം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുന്നത്. തുടർന്ന് പോലീസ് നടത്തിയ ഒരു പരിശോധനയിലാണ് ഈ തൊട്ടടുത്ത ഈ കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്ത് തൊട്ടടുത്ത വീട്ടിലെ 21-കാരിയാണ് ഈ പ്രസവിച്ചതെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. തുടർന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരം കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നത്. പ്രധാനമായും പറയുന്നത് കാമുകനിൽ നിന്ന് ഗർഭം ധരിച്ചാണ് പ്രസവിച്ചത്, അവിവാഹിതയാണ്. ഏതായാലും ഇന്നലെ പുലർച്ചയോടുകൂടി പ്രസവിച്ചു. അതിനുശേഷം കുട്ടിയെ ബാത്റൂമിൽ കൊണ്ടതിനു ശേഷം കുഞ്ഞ് കരഞ്ഞപ്പോൾ വായ പൊത്തിപ്പിടിച്ചാണ്, അങ്ങനെയാണ് കുട്ടി മരിക്കുന്നത്. തൊട്ടടുത്ത സ്ഥലത്ത് തന്നെ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നത്. അതിന്റെ മണ്ടയിൽ ചേമ്പല വെച്ച് മൂടിയതിനു ശേഷമാണ് ഈ കുട്ടിക്ക് രക്തസ്രാവം ഉണ്ടായി. തുടർന്ന് ആശുപത്രി ചെല്ലുമ്പോഴാണ് ഈ പ്രസവിച്ച വിവരമൊക്കെ അറിയുന്നത്. അങ്ങനെ കാര്യങ്ങളെല്ലാം പുറത്തു വരികയും പോലീസ് അന്വേഷണം നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് സ്വാഭാവികമായും ഈ കാമുകനിൽ നിന്നാണ് ഗർഭം ധരിച്ചത്. പക്ഷെ വീട്ടുകാരൊന്നും ഈ കാര്യം അറിഞ്ഞില്ല. കുട്ടിക്ക് ഈ നവജാത ശിശുവിന് കാര്യമായ പരിക്കുകളില്ല. പക്ഷെ വായ പൊത്തിപ്പിടിച്ചുകൊണ്ട് കരയുന്ന നേരത്ത് വായ പൊത്തിപ്പിടിച്ചുകൊണ്ടാണ് കുഞ്ഞ് മരിക്കാൻ കാരണമായെന്നുള്ള കാര്യമാണ് പ്രാഥമികമായി അറിയാനുള്ള കാര്യമുള്ളത്. എന്തായാലും കോന്നി മെഡിക്കൽ കോളേജിലാണ് കുഞ്ഞിന്റെ മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം ശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. പക്ഷേ യുവതി പറയുന്ന പല വഴികളും പോലീസ് മുഖവിലേക്ക് എടുക്കുന്നില്ല. ഇനി കാമുകനോ മറ്റാരും നിർബന്ധിച്ചാണ് കുട്ടിയെ കൊലപ്പെടുത്തിയെന്നുള്ള കാര്യം കൂടിയൊക്കെ വിശദമായി വരേണ്ടത്. പരസ്പര വിരുദ്ധമായ മൊഴി ഈ പെൺകുട്ടി നൽകുന്നുണ്ട് എന്നുള്ള കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ വീട്ടുകാരും ഈ പെൺകുട്ടി ഗർഭിണിയായിരുന്ന വിവരം അറിഞ്ഞിരുന്നില്ലെന്നാണ് കുടുംബാംഗങ്ങൾ നമ്മളോട് പങ്കുവച്ചത്. ഇന്നലെ ഒരു ഉച്ചയോട് കൂടിയാണ് ഇത്തരത്തിൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഈ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടത്. തുടർന്ന് പോലീസ് ഈ കുട്ടിയെ ചെങ്ങന്നൂർ ആശുപത്രിയിലാണ് പ്രവേശിച്ചത്. അവിടെ ചോദ്യം ചെയ്യും കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്ത ശേഷമാണ് ഇത്തരം വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും ഇന്ന് കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ അറിയുക. എന്തായാലും പരസ്പരമായ വിരുദ്ധമായ മൊഴി പെൺകുട്ടി നൽകുന്നുണ്ട്. ആരെങ്കിലും നിർദ്ദേശിച്ചിട്ടാണോ അറിഞ്ഞിട്ടാണോ ഇത്തരം ഈ കുഞ്ഞിനെ കൊല്ലാനുള്ള കാരണം, കൊലപ്പെടുത്താനുള്ള കാരണം എന്നുകൂടി പോലീസ് അന്വേഷിച്ചു വരികയാണ്. അറിയാം. യെസ്, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും താൻ തന്നെയാണ് തന്റെ നവജാത ശിശുവിനെ കൊന്നത് എന്ന് കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ്. പത്തനംതിട്ട മെഴുവേലിയിലെ യുവതി ഇപ്പോൾ കാമുകനിൽ നിന്നാണ് ഗർഭം ധരിച്ചത്. പക്ഷേ അത് കുടുംബാംഗങ്ങളെ അറിയിച്ചിരുന്നില്ല. പ്രസവിച്ച ഉടനെ കുഞ്ഞ് കരഞ്ഞപ്പോൾ വായ പൊത്തിപ്പിടിച്ച് മരണം ഉറപ്പിക്കുകയായിരുന്നു. അതിനുശേഷം ചേമ്പിലയിൽ പൊതിഞ്ഞ് അയൽവാസിയുടെ പറമ്പിൽ വയ്ക്കുകയായിരുന്നു എന്നാണ് യുവതി ഇപ്പോൾ മൊഴി നൽകിയിട്ടുള്ളത്. അന്വേഷണം പുരോഗമിക്കുകയാണ്. കോഴിക്കോട് മുക്കത്ത് കാർ നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് മറിഞ്ഞു. ആർക്കും പരിക്കില്ല. തോട്ടുമുക്കം
പനമ്പിലാവ് പാലത്തിൽ നിന്നും താഴോട്ട് ചെറുപുഴയിലേക്കാണ് മറിഞ്ഞത്. പാലത്തിന്റെ ഒരു വശത്ത് കൈവരികളില്ല. കക്കാടംപൊയിൽ നിന്നും വന്ന മലപ്പുറം കടുങ്ങല്ലൂർ സ്വദേശികളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. പാലത്തിന് കൈവരിയില്ലാത്തത് നിരവധി തവണ നാട്ടുകാർ പരാതി പറഞ്ഞിട്ടും നടപടി ഉണ്ടായിട്ടില്ല എന്ന ആക്ഷേപവുമുണ്ട്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രത്തോളം അപകടകരമായ യാത്രയാണ് ആ പാലത്തിലൂടെ നടത്തേണ്ടി വരുന്നത് എന്നുള്ളത്. ഒരു ബസ്സിന് തികച്ചു പോകാനുള്ള സ്ഥലമില്ല. അപ്പോഴാണ് അവിടെ ഒരു കൈവരി കൂടിയില്ല. ഒന്ന് ബാലൻസ് തെറ്റിയാൽ പുഴയിലേക്ക് വീഴുന്ന അവസ്ഥയാണ്. അത്തരത്തിലാണ് ഈ ഒരു അപകടവും സംഭവിച്ചിട്ടുള്ളത്. കൈക്കൂലി കേസിൽ പ്രതിയായ ED ഉദ്യോഗസ്ഥന്റെ സ്ഥലം മാറ്റം കേസിന് തിരിച്ചടിയാകില്ലെന്ന നിഗമനത്തിൽ വിജിലൻസ്. 2 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട കേസിൽ ED അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖർ കുമാറിനെ മേഘാലയയിലേക്ക് ED സ്ഥലം മാറ്റിയിരുന്നു. കേസിനോട് സഹകരിക്കണമെന്ന ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവേ ഹൈക്കോടതി ഇന്നലെ പറഞ്ഞിരുന്നു. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് ഉറപ്പു നൽകിയതിനെ തുടർന്ന് ഇടക്കാല ജാമ്യത്തിന്റെ കാലാവധിയും നീട്ടി. കോടതി ഇടപെടലുകൾ അന്വേഷണത്തിന് അനുകൂലമാണെന്ന വിലയിരുത്തലിലാണ് വിജിലൻസുമുള്ളത്. ഡാനി പോൾ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാനി, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ഈ കേസിന്റെ ഒരു നിലവിലത്തെ പോക്കുള്ളത്? വിശദാംശം. ഗുഡ് മോർണിംഗ്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസ് ഇപ്പോഴും അന്വേഷണം തുടരുകയാണ്. തെളിവ് ശേഖരണത്തിന് വേണ്ടി തന്നെയാണ് കൂടുതൽ ശ്രമവും നടക്കുന്നത്. ED ഉദ്യോഗസ്ഥൻ ശേഖർ കുമാറിനെ കേസിലെ 1-ാം പ്രതി ആക്കിയത് മറ്റുള്ള പ്രതികളെ 2 മുതൽ 4 വരെയുള്ള പ്രതികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണെന്നാണ് വിജിലൻസ് കോടതിയിലും പറഞ്ഞിരിക്കുന്നത്, FIRലും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിനോ ചോദ്യം ചെയ്യുന്നതിനോ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാൻ വിജിലൻസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അതിന് മതിയായ തെളിവുകൾ ഇതുവരെയും കണ്ടെത്താൻ വിജിലൻസിന് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പക്ഷേ തങ്ങൾ അതിനുള്ളൊരു ശ്രമത്തിലാണെന്ന് വിജിലൻസ് ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കോടതിയിൽ ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ വീണ്ടും പരിഗണനയ്ക്ക് വന്നപ്പോൾ അതിൽ വിജിലൻസ് പറഞ്ഞത് മറ്റ് പ്രതികളുടെ ഫോൺ വിശദാംശങ്ങൾ, ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ തങ്ങൾ പരിശോധിക്കുകയാണ്. വരും ദിവസങ്ങളിൽ തന്നെ അത്തരം തെളിവുകൾ കോടതിക്ക് മുൻപാകെ സമർപ്പിക്കാൻ കഴിയുമെന്ന് വിജിലൻസ് ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു. അന്വേഷണവുമായി സഹകരിക്കണമെന്ന കോടതി നിർദ്ദേശത്തോട് ശേഖർ കുമാറും സഹകരിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഇതിൻ്റെ കൂടി ഒരു അടിസ്ഥാനത്തിലാണ് ഇടക്കാല ഈ ജാമ്യം അത് ദീർഘിപ്പിക്കുകയും ചെയ്തത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് ഈ ശേഖർ കുമാറിൻ്റെ സ്ഥലമാറ്റം തിരിച്ചടിയാകില്ല എന്ന നിഗമനത്തിൽ തന്നെയാണ് വിജിലൻസ് എത്തി നിൽക്കുന്നത്. കാരണം ഇയാളെ ചോദ്യം ചെയ്യാനടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങണമെങ്കിൽ കോടതി കാര്യങ്ങൾ, കേസും അത്തരം കാര്യങ്ങളിൽ തങ്ങൾക്ക് കൂടി അനുകൂലമായൊരു സമീപനം ഉണ്ടാകുമെന്നാണ് വിജിലൻസ് പ്രതീക്ഷിക്കുന്നത്. വരും ദിവസങ്ങളിൽ കേസ് പരിഗണിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം കോടതിയിൽ ബോധിപ്പിച്ച തെളിവുകളടക്കം സമർപ്പിച്ചാൽ പിന്നീട് ചോദ്യം ചെയ്യൽ നടപടികളിലേക്കടക്കം നീങ്ങാൻ കഴിയുമെന്ന് തന്നെ വിജിലൻസ് പ്രതീക്ഷിക്കുന്നു. കേസുമായി മുന്നോട്ട് പോകുന്നതിന് ഈ സ്ഥലം മാറ്റവും ഒരു തടസ്സമാകില്ല എന്ന് തന്നെയാണ് വിജിലൻസ് വിലയിരുത്തുന്നത്. ഏതായാലും ഇതുവരെയും ശേഖർ കുമാറിനെ ചോദ്യം ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. അതേസമയം ശേഖർ കുമാർ മറ്റ് പ്രതികളുമായി അടുപ്പമുണ്ടോ എന്നതടക്കമുള്ള കാര്യത്തിൽ ED ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. എന്തായാലും അതിൻ്റെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ശേഖർ കുമാറിൻ്റെ സ്ഥലം മാറ്റവും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ആര്യ, തീർച്ചയായും ഡാനി പോളാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. അപ്പോൾ ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു. അപ്പോൾ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. ഇനി ഇടവേളയ്ക്ക് ശേഷം കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ വാർത്തകളുമായി പോലീസ് പെട്രോൾ കാണാം.